ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ദിൽകുഷാണ്. എനിക്കിതിൻ്റെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം ബേക്കറി സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ട് അതേ ഫില്ലിങ്ങോട് കൂടി തന്നെ ഈ ഒരു ദിൽകുഷ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. പഞ്ചസാര നിർബന്ധമാണ്, അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു മുട്ടയാണ്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് പാലാണ്. ഞാൻ കുറച്ച് ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് ചൂട് പാൽ എടുക്കരുത്, കുറച്ച് ചൂടുള്ള പാൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 1/2 കപ്പ് പാല് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നമുക്കിത് ഇതുപോലെ ഒന്ന് കുഴച്ച് വെക്കാം. ഇത് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 കേക്ക് എടുത്തിട്ടുണ്ട്. പ്രത്യേക അളവൊന്നും ഇല്ല കേട്ടോ, ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ പൗഡർ ആകുന്ന വരെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. കണ്ടോ, ഇതുപോലെ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഏകദേശം 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇനി ഈ തേങ്ങ നല്ലൊരു ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. നല്ലൊരു ഫ്ലേവർ വരും. ഇത് ഒരു ഗോൾഡൻ നിറം ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഏലക്കയാണ്. ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഏലക്കയാണെങ്കിൽ ഒരു 3-4 എണ്ണം ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ തേങ്ങ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പൊടിച്ച് ചേർക്കണ്ട കേട്ടോ, പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ആ പൗഡർ ഇല്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് സമയം ഇടേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. ചൂടാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1-2 തുള്ളി ബ്രൗൺ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ ജെൽ കളർ ആട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു അല്പം പാൽ കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ പാൽ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതൊന്ന് നമുക്ക് നല്ല പിടിച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു വിധത്തിൽ കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഓവറായിട്ട് നിങ്ങൾ പാലൊഴിക്കാൻ പാടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. കണ്ടോ, ലഡു ഒക്കെ റെഡിയാക്കില്ലേ, അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഈ ഫില്ലിങ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു പാൻ എടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ ആയപ്പോൾ നമ്മൾ വെച്ചതിനെക്കാട്ടിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് കുഴച്ച് നമുക്ക് എടുക്കാം. ഇനി ഈ ഒരു ഡോ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഒരു പോർഷൻ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് പാനിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. കണ്ടോ, ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിങ്, കേക്കിൻ്റെ ആ ഒരു ഫില്ലിങ് ഇല്ലേ, അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കണം. ഒരുപാട് ഓവറായിട്ട് വെച്ച് കൊടുക്കാൻ പാടില്ല. ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മാത്രം വെക്കുക കേട്ടോ.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മറ്റേ ഡോ ഞാൻ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് വേണം ഈ അരിവൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലും നല്ലപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ കയ്യിൽ വെള്ളം തൊട്ടിട്ടാണ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ജോലിയും കൂടെ ബാക്കിയുള്ളൂ. അത് ഒരു മുട്ടയുടെ മഞ്ഞ എടുക്കുക. ഈ മഞ്ഞ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഓവൻ ഇല്ലാതെയും ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓവനിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ 170 ഡിഗ്രിയിൽ ആദ്യം ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 to 45 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ചിലപ്പോൾ അതിൽ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ നിങ്ങളൊരു 45 മിനിറ്റ്സ് വെച്ചിട്ട് വീണ്ടും ഒന്ന് നോക്കുക കേട്ടോ. 45 മിനിറ്റ്സ് കഴിഞ്ഞ് വീണ്ടും നോക്കി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൂടി വീണ്ടും വെക്കേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് എന്നൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് പ്രഷർ കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ പോണത്. ഇതിൻ്റെ വിസിലങ്ങ് മാറ്റി കൊടുക്കുക. 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. 5 മിനിറ്റ് ഇപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. ഇതിലേക്ക് വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ. ഞാൻ ഇതിലേക്കൊരു തട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മുടെ ദിൽകുഷിൻ്റെ ടിന്ന് ഇറക്കി വെക്കാം. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. ഏകദേശം ഒരു 40 to 45 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്യുക. ഒരിക്കലും തീ കൂട്ടിയിടാൻ പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ബേക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റോളം എടുത്തു കേട്ടോ ഇങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദിൽകുഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഒരു നൈഫ് വെച്ചിട്ട് ഈ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വിട്ടെടുക്കുക. എന്നിട്ട് ഈ ടിന്നിൽ നിന്ന് നമുക്ക് ദിൽകുഷ് പുറത്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ ഈ ഒരു ചാനലിലെ ഫുൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു കേക്കിൻ്റെ പടം കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എൻ്റെ ചാനലിലിട്ട ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.